അപ്പോൾ ഞാൻ അങ്ങനെ ചെല്ലുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു വലിയ ഉരളെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സ്ത്രീക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. അപ്പം ശാന്ത എന്ന് പറയുന്നത് ആരാണ്? നീ എൻ്റെ പേര് പറഞ്ഞു അല്ലേടാ. ശാന്ത വെള്ളത്തിൽ മുങ്ങി മരിച്ചില്ലേ? എന്നെ മുങ്ങി മരിക്കല്ല, എന്നെ മുക്കി കൊന്നതാണ്. ഞാൻ ആര്? അത് അവൻ. ഏതവൻ? ഇപ്പം നമുക്ക് ആവാഹിച്ചെടുക്കാം. ഈ ആവാഹനമാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. എങ്ങനെയാണ് ഇത് ഒരു പ്രേതത്തിനെ ആവാഹിക്കാൻ പറ്റുന്നത് എന്നുള്ളത് വലിയ അത്ഭുതമാണ്. ഞാൻ അവിടെ ഇരുന്ന് അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു വരുമ്പം ഇവളുടെ അപ്പൂപ്പൻ അവർ സ്വന്തം വീട് തീയിട്ടിട്ട് ആത്മഹത്യ. 18 യക്ഷികളെ തറച്ച കടമുട്ടത്തച്ഛൻ്റെ കല്ലാണ്. ആ കല്ലിൽ 18 യക്ഷികളെ തറച്ചിട്ടുണ്ട്. ഇത് കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യങ്കരാ ദേവിയുടെ പാദത്തിന്റെ താഴെ വെച്ച് പൂരിക്കണം. അപ്പൊ ഇവിടെ എത്ര പ്രേതങ്ങളുണ്ട് ഇപ്പോൾ? പ്രേത വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ ഒരിടത്ത് കോഴിക്കോട് ഭാഗത്താണ്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് കുറേ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽപ്പുണ്ട്. എനിക്കന്ന് അത്ര ഉപാസന ബലമൊന്നുമില്ല. എന്നാലും ധൈര്യം നാട്ടുകാരൊക്കെ നിൽക്കില്ല. ഇങ്ങനെ സ്വാമി വന്ന് ഇപ്പോൾ പ്രേതത്തിനെ ആവാഹിക്കും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചു പോകാനും പറ്റില്ല. അപ്പോൾ എപ്പോഴും ഞാൻ ഒരു വടിയിലാണ് പിടിച്ചേക്കണം. അതാണ് എൻ്റെ ഒരു ആശ്രയം. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന വടിയാണോ? അതെ അതെ. ആ വടിക്ക് ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വടിയും എൻ്റെ കയ്യിലുണ്ട്. ഈ വടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചെല്ലുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു വലിയ ഉരളെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സ്ത്രീക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. ഒരു തീരെ ദുർബലമായ ഒരു സ്ത്രീ. അവർക്കൊരു കല്ലെടുത്ത് പൊക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ത്രീ ഉരലുമായിട്ട് നിൽക്കുന്നു എൻ്റെ മുമ്പിൽ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഇരുന്നില്ലെങ്കിൽ ഒന്നി അങ്ങോട്ട് ഓടിയാ നാട്ടുകാർ, ഇങ്ങോട്ട് ഓടിയാ കല്ല്. നമ്മൾ രണ്ടിൻ്റെ ഇടയിലായി പോകില്ല. ഇതിനകത്ത് നാട്ടുകാർ പിടിക്കും. അപ്പം സ്വാമി ചെയ്തിട്ട് പോയാൽ മതി ഇങ്ങനെ പറയില്ലേ. അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ മനുഷ്യരില്ലേ. നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ സാധാരണ മനുഷ്യൻ. അമാനുഷികത ഇപ്പോഴും ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളല്ല. ഞാൻ നോർമൽ മനുഷ്യനാണ്. പക്ഷെ ഇതൊക്കെ കാണാനും പെരുമാറാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെ പറ്റുന്ന ഒരാളെന്ന് അപ്പുറത്തേക്ക് നമുക്കില്ല. അപ്പോൾ അവർ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ കുളത്തിൽ? അപ്പോൾ അവിടെ ഒരു 6 ഒഴുകുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, ചിലപ്പോൾ എൻ്റെ ബോധത്തിലേക്ക് അങ്ങനെ വന്നായിരിക്കും. എന്തിനാ ആറ്റി കുളിക്കാൻ പോയെന്ന് ചോദിച്ചു. ഞാൻ കുളിക്കാൻ പോയി. അപ്പം ശാന്ത എന്ന് പറയുന്നത് ആരാണ്? അപ്പം നീ എൻ്റെ പേര് പറഞ്ഞു അല്ലേടാ. ആ പറയുന്ന ശബ്ദം അതുവരെയുള്ള ആ സ്ത്രീയുടെ ശബ്ദമേ അല്ല. ഇത് നാട്ടുകാരെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ്. അപ്പം ശാന്ത വെള്ളത്തിൽ മുങ്ങി മരിച്ചില്ലേ? എന്നെ മുങ്ങി മരിക്കല്ല, എന്നെ മുക്കി കൊന്നതാണ്. ഞാൻ ആര്? അത് അവൻ. ഏതവൻ? ഉറച്ചാണ്, എല്ലാവരും കേട്ടിരിക്കണം. ഏതവൻ? അവൻ എൻ്റെ ഭർത്താവ്. എന്നിട്ട് അവനെവിടെ? അവൻ അറിഞ്ഞൂടാ, അവൻ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞ് ഈ സ്ത്രീ വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്, വേറൊരു ഭാഷയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ എൻ്റെ വിഷയം അതല്ല. ഞാൻ ചോദ്യം നിർത്തിയ ഇവർ കല്ലെൻ്റെ തലയിൽ കൂടെ ഇടും. നമ്മൾ വീണ തല പൊട്ടിയത് തന്നെ. അത് നോക്കാനും ആരുമില്ല. അത് ടീച്ചറെ കല്യാണം കഴിച്ചിട്ട് നമ്മൾ വഴിയാധാരം തന്നെ ഒറ്റ താമസിക്കുന്ന കാലം പോക്കാണ്. അപ്പോൾ ആ കല്ലും അവിടെ നമ്മളെ തലയിലിടും. അപ്പം ഞാൻ പതുക്കെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളൊന്ന് പുറയിലോട്ട് എല്ലാവരും ഒന്ന് പിടിക്കണം കേട്ടോ, ഒന്ന് സദ്യ പറഞ്ഞു. അപ്പോൾ നീ എന്താ പറഞ്ഞത്? അവരെത്ര ശ്രദ്ധയാണെന്ന് നോക്കണം. അങ്ങനെ അവരെല്ലാം കൂടെ ഒന്ന് പുറകെ കൂടെ പിടിച്ചവർ കല്ലിട്ടു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് മാറി. അത് നമ്മുടെ സിനിമയുടെ ചിത്രീകരണം പോലെയാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അവർക്ക് ഒരു സാധാരണ ശരാശരിക്കും താഴെയുള്ള സ്ത്രീയാണ്. ഞാൻ എഴുന്നേറ്റ് നടക്കുമ്പോൾ അവർ പറഞ്ഞു, ഇവൻ ഇനിയും വരും, ഇവൻ നിസ്സാനല്ല, ഇവൻ പ്രത്യങ്കര ഉപാസകനാണ്. അത് അവരെങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇനി ഭയങ്കര ഇതാണ്. അത് എങ്ങനെ പറഞ്ഞു? അവൻ ഇനിയും വരും, അവൻ ആൾ നിസ്സാരനല്ല, അവൻ പ്രത്യങ്കര ഉപാസകനാണ് എന്ന വാക്ക്. കാരണം ഒരിക്കലും ആ സ്ത്രീക്ക് ദൈവത്തിനെ പോലും വിളിക്കാൻ അറിയാവുന്ന ഒരു സ്ത്രീയായിട്ട് ഞാൻ എടുത്തിട്ടേ ഇല്ല. പക്ഷെ അവരെങ്ങനെ ഒരു പ്രത്യങ്കരാ ദേവിയുടെ കാര്യം പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നമുക്ക് ഒരുപാടുണ്ട് അല്ലേ, അത്ഭുതങ്ങളുണ്ട്. അപ്പൊ ഈ ആത്മാവിനെ അവിടെ വിട്ടിട്ടാണോ തിരിച്ചു വന്നത്, അതോ എന്തെങ്കിലും? അല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ പിടിച്ച് മുറിയിലിടാൻ പറഞ്ഞു. അവരിങ്ങനെ അലറി പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ സൂര്യകാലിന്റെ തിരുമേനി, ഗോകുലം ശ്രീ സൂര്യകാലിന്റെ തിരുമേനിയാണ് എനിക്ക് മന്ത്രദീക്ഷ തന്നത്. മന്ത്രദീക്ഷ തന്ന് എന്നെ മന്ത്രദീക്ഷ തരുമ്പോൾ അവിടെ മുഴുവൻ വവ്വാലുകൾ ഒരുപാട് വന്ന് കിടന്നു. അവിടെ ഉണ്ടതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് വവ്വാലുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രേത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സുനിൽ പരമേശ്വരന് പ്രേതലോകവുമായിട്ട് ബന്ധമുണ്ട്, പ്രഡിക്ഷൻസ് ഫലങ്ങളും പറയും, പക്ഷേ അത് അദ്ദേഹത്തിന് ദോഷമാകും എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ദോഷമാകും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, ഇതുവരെ ആയിട്ടുമില്ല. അല്ല, അങ്ങനെ ആവണം അല്ല ചോദിച്ചു, അങ്ങനെയല്ല, ഇനി ആകുമോന്ന് അറിയാൻ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നമുക്ക് എന്താണ് അദ്ദേഹം ഇപ്പൊ സൂര്യകാലിന്റെ തിരുമേനി അവിടെ പാരമ്പര്യമുള്ള ഒരു വലിയ പരമ്പരയുള്ളവരാണ്. അപ്പൊ സൂര്യകാലിന്റെ തിരുമേനി അടുത്ത് ഇപ്പൊ ഞാൻ പോകാറില്ല. പോകാത്തതിന്റെ കാരണം അദ്ദേഹം ഞാനിങ്ങനെ ശക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. മാർഗം അദ്ദേഹം തന്ന മന്ത്രദീക്ഷയിൽ നിന്ന് മാറി
ഉപാസന സ്വീകരിക്കുകയും അത്തരത്തിലുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ഇനി എൻ്റെ പേര് ഉപയോഗിക്കുകയോ എന്നെ ഇത് ചെയ്യുകയോ ശരിയെന്ന് പറയും. അപ്പോൾ നമ്മൾ വളരുമല്ലോ, ഒരു വളർച്ചയുടെ ഭാഗമാണോ തളർച്ചയുടെ ഭാഗമാണോ എന്നൊക്കെ കാലമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും സത്യത്തിൻ്റെ മാർഗത്തിലൂടെ, അല്ലെങ്കിൽ നമുക്ക് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന അമാനുഷികതയൊന്നും ഇല്ലെങ്കിൽ പോലും സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയുള്ള അറ്റാക്കുകൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ പരിഹരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിലാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമുക്ക് ആവാഹിച്ചെടുക്കാം. ഈ ആവാഹനമാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. എങ്ങനെയാണ് ഇത് ഒരു പ്രേതത്തിനെ ആവാഹിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു വലിയ അത്ഭുതമാണ്. ഒന്നത് ആരാണെന്ന് തിരിച്ചറിയണം സംസാരിക്കുന്നത്. എനിക്ക് അത്ഭുതപ്പെടുത്തിയ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീ പുരുഷൻ്റെ, ഇപ്പം ഞാനൊരിക്കൽ കാന്തല്ലൂരിൽ ഒരു അവിടുത്തെ ഞാനൊരു ദിവസം സന്ധ്യയ്ക്ക് നിന്നപ്പോഴത്തേക്ക്, കാന്തല്ലൂരിൽ നടന്ന സംഭവമാണ്. ഞാൻ കാന്തല്ലൂർ താമസിച്ച് ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴാണ് സന്ധ്യ ആയപ്പോൾ അവിടുത്തെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മോഹൻ വന്ന് പറഞ്ഞു, സ്വാമി ഇവിടെ ഒരു പെൺകുട്ടി ഭയങ്കര പ്രശ്നമാണ്, പിന്നെ അവളിങ്ങനെ ബാധ കയറിയിട്ട് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഞാൻ പള്ളിയിൽ, അപ്പോൾ എൻ്റെ കൂടെ രുദ്രസിംഹാസന സമയയുടെ ഷൂട്ടിംഗ് ആയതുകൊണ്ട് രുദ്രസിംഹാസന സിനിമയുടെ സംവിധായകനുണ്ട്, പിന്നെ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ വരാം, ഞാൻ അവിടോട്ട് വരാം. കോളനിയാണ്, അവിടെ ഒന്ന് ആലോചിക്കണം, റിമോട്ട് ഏരിയയാണ്, രാത്രി മഴയുണ്ട്. ഞാൻ മുറ്റത്തിറങ്ങി എന്നിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരാൾ ഒരു സ്വന്തം വീടിനെ തീ പിടിക്കും, സ്വന്തം അഗ്നിക്കിരയാക്കിയിട്ട് തീ പിടിപ്പിക്കും എന്ന് പറഞ്ഞു. എന്തിനു പറഞ്ഞു എന്ന് എന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു പെണ്ണിങ്ങനെ ഇരിക്കുവാണ്, നമ്മുടെ മണിച്ചിത്രത്തായാലും ശോഭന ഇരിക്കുന്ന പോലെ. അവിടെ സൈക്കിൾ ആക്സിഡൻറ്റിൽ മരിച്ച ഒരു പയ്യൻ്റെ പ്രേതാത്മാവാണ്. എനിക്ക് ഇവരെല്ലാം ഉണ്ട് എൻ്റെ കൂടെ ഇപ്പോഴും. ഞാനിത് പറയുന്ന സ്ഥലം എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അങ്ങനല്ലേ. അപ്പം ഞാൻ കയറി, ഞാൻ ഈ വടിയുണ്ട് അവിടെ അടുത്തേക്ക് തോന്നുമ്പോൾ ഇവിടെ നീങ്ങി, ഇവിടെ ഉറച്ച് പോയിട്ട് അവിടെ അടുക്കള ഭാഗം വരെ അവൾ അങ്ങനെ പോയി. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഭക്ഷണം വേണ്ടേ? എനിക്ക് വേണം സ്വാമി. അവിടെ നേച്ചർ മാറി, ആഹാരം. ഞാൻ അവിടെ ഇരുന്ന് അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു വരുമ്പം ഇവളുടെ അപ്പൂപ്പൻ സ്വന്തം വീട് തീയിട്ടിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഇതിപ്പോൾ ഞാൻ കാന്തല്ലൂരിലെ തന്നെ കാര്യമായിട്ട് പറയാൻ, ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യമാണ് നടന്ന സംഭവം ആയതുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാനിത് എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, എനിക്കെല്ലാം പകർന്നു കിട്ടിയ തന്ത്രങ്ങളാണ്. ഹിമാലയ യാത്രയിലും മാന്ത്രികരിൽ നിന്നും പകർന്നു കിട്ടിയ തന്ത്രങ്ങളാണ്. എനിക്കാരും ഒന്നും പഠിപ്പിക്കുന്നില്ല. ആകെ എനിക്ക് മന്ത്രദീക്ഷ തന്ന സൂര്യകാലിൻ്റെ തിരുമേനിയാണ്. അദ്ദേഹം ഇത് എൻ്റെ പേര് ഉപയോഗിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിക്കാനും പോയിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഈ ആത്മാക്കളെ പറ്റി പറയുമ്പോഴെല്ലാം ഇതെല്ലാം ഹൈന്ദവ വിശ്വാസവുമായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയാണെങ്കിൽ ആകെ കേട്ടിട്ടുള്ളത് നമ്മുടെ കടമറ്റത്ത് കത്തനാരുടെ കഥ മാത്രമാണ്. അപ്പോൾ ആത്മാക്കളെല്ലാം ഈ പറഞ്ഞതുപോലെ ഹൈന്ദവതയുമായി ബന്ധപ്പെട്ടതാണോ? അല്ല, ആത്മാക്കൾ എല്ലാ ഭാഗത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. അത് അവരുടെ വിശ്വാസങ്ങളനുസരിച്ച് അവരാരും പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. പുറത്ത് പറയുന്നില്ല. ഹൈന്ദവതയിൽ ഞങ്ങളെപ്പോലുള്ളവർ അത് പിന്നെ പബ്ലിസിറ്റിക്കാണ് അല്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളുണ്ടെന്ന് പുറത്ത് പ്രചരിപ്പിക്കുന്നു വീഡിയോയിലൂടെ. ഇപ്പം എൻ്റെ കയ്യിലെ കടമുറ്റത്തച്ഛൻ്റെ ഒരു കല്ലുണ്ട്. ആ കല്ലിനകത്ത് ഒരു കാന്തല്ലൂര്, അത് എൻ്റെ പ്രത്യങ്കര ദേവിയുടെ താഴെ വെച്ചേക്കാണ്. കാരണം ഒരു വീട്ടിൽ, ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വീട്ടിൽ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വിഷയം ഉണ്ടായി. ആ ജോണി എപ്പോഴും എന്നോട് പറയും, സ്വാമി ഇങ്ങനെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു ഓണത്തിന് ഈ വീട്ടിൽ ചെന്നപ്പോൾ ഇയാൾ വന്നു, സെക്യൂരിറ്റിയാണ് ലൂസിയയിൽ. എന്നോട് പറഞ്ഞു, സ്വാമി അത് എന്ന് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, രാവിലെ ഉച്ചയ്ക്കുള്ള ഊണ് അവിടെ റെഡി ആയിക്കോ. ആരും ഇല്ലല്ലോ ടീച്ചറൊക്കെ. ഞാൻ ഒരു ഉച്ചയ്ക്ക് വരാം. ഞാൻ പോകുന്നത് മുതൽ വിഷയങ്ങളാണ്. പോയി ആ വീട്ടിലോട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴും പശുക്കൾ ഭയങ്കരമായിട്ട് അമറുകയും ആ ഒരു സ്ത്രീ ജനലിൽ പിടിക്കുന്ന സ്ത്രീ പുറയിലോട്ട് മറിയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു കല്ലുണ്ടായിരുന്നല്ലോ, ആ കല്ല് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇവിടെ ഒരു കല്ലുണ്ട് സ്വാമി. ഈ കല്ല് പണ്ട് കാലത്ത് അവിടെ ഒരു പാലമരം ഉണ്ടായിരുന്നു. ആ പാലമരത്തിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ പാലക്കാട് എന്ന് പറയുന്ന ആൾക്കാർ കാളവണ്ടിയിൽ ഇവിടെ വന്ന് വിളക്ക് വയ്ക്കുമായിരുന്നു. അച്ഛൻ്റെ കല്ലാണ്. ഇതെന്താന്ന് പറഞ്ഞാൽ അവിടെ ഈ വന്നവർ, ഈ പഞ്ചായത്തുകാരൻ കണ്ട് വൃത്തിയാക്കാൻ വന്നപ്പോൾ ഈ കല്ലെടുത്ത് വെള്ളത്തിൽ കൊണ്ടിട്ടു. ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് കല്ലെടുത്ത് കൊണ്ടുവന്നു അവിടെ വെച്ച് നമ്മുടെ ചടങ്ങുണ്ട്. ആ ചടങ്ങിലൂടെ എടുക്കുന്ന സമയത്തുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. ഇത് ഞാൻ കൊണ്ടുവന്ന് മുറിക്കകത്ത് വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങുമ്പം ഒരു കറുത്ത കോട്ടൊന്നും ഇട്ടുള്ളതല്ല. നമ്മൾ ഈ പറയുന്ന ഈ പടങ്ങളിലുള്ള അച്ഛനൊന്നുമല്ല കടമറ്റത്തച്ഛൻ. ഇതെല്ലാം വെറുതെയാണ്. ഇതൊന്നും ഈ അച്ഛൻ അപാര ശക്തിയുള്ള ആളാണ്. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ആളാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു അമ്പലം സ്ഥാപിക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം അച്ഛൻ എൻ്റെ അടുത്ത് വരുന്നവർ 90-ൽ ഒരു 40% ആൾക്കാർ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരാണ്. എൻ്റെ ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ തന്നെ വിളിക്കുന്നവരും ക്രിസ്ത്യൻ സമുദായത്തിൽ. ഞാൻ ബൈബിൾ എടുക്കാൻ പറയും ഉടൻ തന്നെ. ബൈബിൾ എടുത്ത് ഞാൻ അച്ഛൻ്റെ വചനം ചൊല്ലിയിട്ട് ഇത്രാമത്തെ വയലിൽ ഇത്രാമത്തെ പേരെടുത്തോളാൻ പറഞ്ഞാൽ കൃത്യമായിരിക്കും അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എന്നെ വന്നിട്ടുള്ള ഒരുപാട് പേരുടേതാണ്, എപ്പോഴും ഉണ്ടാവും.
അപ്പോൾ ഞാൻ ഈ കല്ല് രാത്രിയാകുമ്പോൾ ഈ അച്ഛൻ്റെ രൂപം ഇങ്ങനെ കാണുകയാണ്. തൊട്ടപ്പുറത്തെ മുറിയിലാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയം ഉണ്ടായി. എന്ന് വെച്ചാൽ പേടിയില്ലയോ എന്ന് ചോദിക്കും, ഭയമുണ്ട്. അന്നത്തെ ഇപ്പോഴാണ് ഭയത്തിന് ഇത്തിരി കുറവുള്ളത്. ഇപ്പോൾ ആകെ ഭയമുള്ള ടീച്ചർ എന്നൊക്കെ വലിയ ഭീരുവാണ്. ഇപ്പോൾ ടീച്ചർ എന്നെ കയറി പിടിച്ചളയും. ടീച്ചർ ചതാമി എന്നൊക്കെ പറഞ്ഞൊരു പൂച്ച ചാടിയാൽ നമ്മളെ പിടിച്ചോളൂ. നമ്മൾ അതായിട്ട് എപ്പോഴും അറ്റാക്ക് വന്ന് തീരുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കാരണം നമ്മളെ ഭയപ്പെടുത്തിക്കില്ല, നമ്മളിത് പ്രതീക്ഷിക്കണില്ലല്ലോ. ടീച്ചർ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ടീച്ചർ അലറി വിളിച്ചുകൊണ്ട് അന്നെ കയറി പിടിക്കും. കാരണം ഇതൊക്കെ ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ ഇതൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉള്ള വിഷയമാണ്. അപ്പോൾ ഞാൻ രാവിലെ കല്ലെടുത്തുകൊണ്ട് പോയി വണ്ടിക്കകത്ത് വെച്ചിട്ട് പെരുമ്പാവൂർ താമസിക്കുകയാണ്. പെരുമ്പാവൂർ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ 2 ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിരുന്നു, അവിടെ പോയി പൂജിച്ചെ കൊണ്ടുപോയി. ഞാൻ അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട്, കാരണം കടമറ്റത്തച്ഛൻ ഭദ്രകാളി ബന്ധമുണ്ടായിരുന്ന ആളാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വണ്ടിക്കകത്ത് കയറിയതും ആ മോളിൽ നിന്ന്, ആ ആൽമരത്തിൽ നിന്ന് ഒരു പാമ്പ് നീക്കി ഇതിൻ്റെ മോളിൽ വീണു. അവിടെ ഞാൻ നടുങ്ങിപ്പോയി. ഒരു ഭയങ്കര പാമ്പ് ഈ കാറിൻ്റെ മുമ്പിൽ വന്നു. അത് സൈലോ വണ്ടിയാണ്, അതിൻ്റെ മുമ്പിൽ വന്ന് വീണു. അവിടെ ഞാൻ നടുങ്ങിപ്പോയി. എന്നിട്ട് ഞാനിത് നേരെ മധുസൂദന പണിക്കർ വശിഷ്ഠനാടി ജ്യോതിഷത്തിൽ വന്ന് മധുസൂദന പണിക്കടുത്ത് കല്ലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അദ്ദേഹം വായിക്കുകയാണ്. ഇത് 18 യക്ഷികളെ തറച്ച കടമുറ്റത്തച്ഛൻ്റെ കല്ലാണ്. ആ കല്ലിൽ 18 യക്ഷികളെ തറച്ചിട്ടുണ്ട്. ഇത് കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യങ്കരാദേവിയുടെ പാദത്തിൻ്റെ താഴെ വെച്ച് പൂജിക്കണം. ഇപ്പോഴവിടെ വെച്ചിട്ടുണ്ട്. കുരിശാണ്, കുരിശാണ്. അപ്പം അത് എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ രക്തവസ്ത്രം ധരിച്ച ഒരാൾ എന്നാണ് ആൾ വന്ന് ഇത് വാങ്ങിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ എൻ്റെ കയ്യിൽ ആ കല്ലുണ്ട്. ആ കല്ലൊരു പ്രത്യേക ഫോർമാറ്റിലുള്ളതാണ്. അതിൽ നല്ല കുരിശുണ്ട്. ഞാൻ വിചാരിച്ചു വിളക്കായിരിക്കും, നല്ല കുരിശാണ്. കഴുകിയെടുത്തപ്പോൾ കുരിശാണ്. അതാണ് മണികർണിക എന്ന് ഞാൻ നോവൽ, എൻ്റെ അല്ല വേദാങ്കുലി എന്ന് ഞാൻ നോവൽ. ഞാനത് നോവലാക്കി. ആ 19 യക്ഷികളെ ബേസ് ചെയ്തിട്ട് അച്ഛനെ മനോരമയിൽ വന്ന നോവലാണ്. അതിനെ ബേസ് ചെയ്ത് നോവൽ ഉണ്ടാക്കി. അപ്പം അങ്ങനെയൊക്കെയുള്ള നമുക്കിത് വിശ്വസിപ്പിക്കാൻ പറ്റും. ഈ പറഞ്ഞ ഈ കല്ല് സൂക്ഷിക്കാനോ അത് കൊണ്ടു നടക്കാനോ അത്രയും ശക്തിയുള്ള ആൾക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ. നമുക്ക് ശക്തി ഉണ്ടോന്ന് അറിഞ്ഞൂടല്ലോ. ഒരു സാധാരണ മനുഷ്യൻ ചെയ്യാമായിരിക്കും. ഇതൊന്നും നമുക്ക് ശക്തി ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ ഒരാൾ കരുത്തനാണെന്ന് പറയുന്ന അവൻ്റെ മസിൽ കണ്ട് തീരുമാനിക്കാൻ പറ്റില്ല. അവൻ്റെ മനസ്സിൻ്റെ കരുത്താണ് പ്രധാനം. തീർച്ചയായിട്ടും അവൻ്റെ മനസ്സിന് അതിനുള്ള കരുത്തുണ്ട്. ഇപ്പോൾ ഒരാൾ വന്നാൽ, ഇപ്പോൾ എന്നെ എന്തോരം ആൾക്കാർ, ഞാൻ പറയില്ല 45 പേരുടെ ഫലം പറയും. അങ്ങനെ 5 ദിവസം പറയും. രാശിയൊന്നും ഇല്ലാതെ ഫലം പറയും. ആൾക്കാരുടെ കൃത്യം ഫലങ്ങൾ പറയും. വീട്ടിലെ ആൾക്കാരുടെ പേരുകൾ പറയും. ചില വിഷയങ്ങൾ പറയും. ചില പറയാത്തതിനെക്കുറിച്ച് ഇന്ന വിഷയങ്ങളാണെന്ന് സംസാരിക്കും. എത്രയോ ആൾക്കാർക്ക് മാറ്റമുണ്ട്, എത്രയോ ആൾക്കാർക്ക് മാറ്റമില്ല. കാരണം ഒരു വിധി കിടക്കുമ്പോൾ ഒന്നും മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള വിധിയെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം തന്നെ പറയുന്നത്. എന്ന് ചോദിച്ചാൽ നമുക്ക് അമാനുഷിക ശക്തിയുണ്ട്? ഒന്നുമില്ല. ശ്വാസം നിലയ്ക്കാൻ പോയ തന്നെ, പിന്നെ വെച്ചാൽ എടുത്ത് മണ്ണിട്ട് മൂടി തീർന്ന് ഭസ്മമാക്കി കൊണ്ട് കത്തിച്ച് കളയാന്നുള്ളതാണ്. നമുക്കങ്ങനെ അമാനുഷികത ഞാൻ അങ്ങനെ അമാനുഷിക ശക്തിയുള്ളവരെ കണ്ടിട്ടുള്ളത് ഹിമാലയത്തിലുള്ളത്. ഞാൻ ഇങ്ങനെ കല്ലൊരച്ച് അഗ്നി കത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് തീ പിടിക്കുമ്പോൾ കുറെ കരിയില കൂട്ടിയിട്ട് 2 കല്ലെടുത്തിട്ട് കത്തിക്കുമ്പോൾ കത്തും. അത് കഴിഞ്ഞിട്ട് ഞാൻ സരസ്വതി നാട് തീരത്ത് ഒരു ഗുഹയ്ക്കകത്ത് ഒരാളിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാൻ അതിനകത്ത് കയറിയിരുന്നു. നോക്കുമ്പോൾ അവിടെ എല്ലാം തുരുമ്പായി വർഷങ്ങളായിട്ട് ഇരിക്കുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടുത്തെ ഈ സരസ്വതി നദി തണുത്തുറഞ്ഞ് കിടക്കണം. ഞാൻ പാലത്തിൽ കൂടെ അപ്പുറത്ത് കയറി തിരിഞ്ഞു നോക്കിയപ്പം ഇവിടെ ഇരുന്ന ആൾ എഴുന്നേറ്റ് പോകണം. ഇവിടെ നോക്കുമ്പോൾ ആരുമില്ല. ഇതൊക്കെ മനസ്സിൻ്റെ തോന്നലാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞൂടാ. അത് പ്രേതാത്മാവാണോ അറിയാൻ വയ്യ. അപ്പം നമ്മുടെ അറിവില്ലായ്മയിൽ നിന്ന് നമ്മൾ എന്താണോ കണ്ടെത്തുന്നത് അത് ഇതാണെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് വിഷയം. നമ്മുടെ സബ്ജക്റ്റ് അങ്ങനെയല്ലേ? ഇപ്പൊ നമുക്കൊരാളെ ഇതാ ഇങ്ങനെ ഉണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം, എൻ്റെ 51 പുസ്തകങ്ങളുണ്ട്, പുസ്തകങ്ങളായിട്ട്. അത് പ്രേത പുസ്തകങ്ങളും മാന്ത്രിക നോവലുകളും. വിറ്റ പൈസയാണ് ഈ വീട്. ഇപ്പൊ സ്വാമി നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഒരു പുസ്തകം എഴുതുമ്പോൾ അതിനകത്തുള്ള ആത്മാക്കൾ കൂടെ സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ ഇപ്പൊ 7 പുസ്തകങ്ങൾ ഒരുമിച്ച് എഴുതുന്നുണ്ട്. ഇതിലെങ്കിലും ഒക്കെ ആത്മാക്കളെ പ്രതിപാദിക്കുന്നുണ്ടാകുമല്ലോ. അപ്പൊ ഇവിടെ എത്ര പ്രേതങ്ങളുണ്ട് ഇപ്പോൾ? അതറിയാൻ പറ്റില്ല. എഴുതുമ്പോൾ നമ്മുടെ ബോധം അതിലേക്ക് പോയി ടച്ച് ആവുന്നതല്ലേ. ഇപ്പൊ നമ്മുടെ ടെലസ്കോപ്പ് ഡോക്ടർ വെച്ചേക്കുന്നു. നമ്മുടെ ബോഡിയിൽ വെക്കുമ്പോഴേ നിന്റെ സ്പന്ദനം അറിയാവുന്നത്. അപ്പൊ ഡോക്ടറുടെ മനസ്സും ടെലസ്കോപ്പും ചെവിയും അവന്റെ ബോധമായിട്ട് കണക്ട് ചെയ്യും. അതുപോലെയാണ് എഴുത്തും. അവരെല്ലാം ഇപ്പൊ ഉണ്ട് എന്നല്ല, ആ ഒരു കണക്ഷൻ കിട്ടുമ്പോ നമ്മൾ എഴുതുന്നു.